ഗൈസ്, നമ്മളുടെ സെക്കൻഡ് പാർട്ടിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. നമുക്ക് നേരെ അങ്ങോട്ട് നോക്കാം ഗൈസ്. നമ്മുടെ കൊച്ചിയൊക്കെ അവിടെ നോക്കിയിരിക്കുന്നുണ്ടല്ലേ. ഒന്നും അല്ല, നമ്മുടെ ചെറുക്കന് നിക്കറ് മാറ്റേ ഉള്ളേ ഗൈസ്. ഫ്രിഡ്ജിൽ ഫുള്ള് പടം ഒട്ടിച്ചിരിക്കുന്നു. ചെറുക്കന് വിശക്കുന്നു. എപ്പോഴും പാല് കൊടുക്കണോ? ഏയ്, നമ്മളെ പാലുണ്ടെന്നുണ്ട്. കുടി കുടി. അത്ര സീരി എന്ത് അത്രയ്ക്ക് സന്തോഷം. കപ്പ് കപ്പ് ചായ ഒഴിച്ചു കൊടുക്കായിരുന്നു. എന്ത് മുട്ട ഈ മഗ് വെച്ചെന്തോ ചെയ്യുന്ന ഗൈസ്. ഇത് വെച്ചെന്താ പണി? ഇത് വെച്ചെന്താ പണിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നീ വെള്ളം എടുക്കാവോ? ഈ വെള്ളം ഇല്ല ഗൈസ്, ചുമ്മാതാ ഗൈസ്, വെറുതെ. ചെറുക്കൻ്റെ എവിടുന്ന് ഗൈസ്, ചെറുക്കൻ്റെ സ്റ്റഗ്ഗി മാറ്റണം ഗൈസ്. ചെറുക്കൻ ഇതാ നോക്കേ, പച്ചക്കളർ. ഇതിനാണോ മോനെ കരയുന്നത്? ചെറുക്കൻ കരയുന്നത്. ആംബോസ് എടുത്തോണ്ട് പോവാ. ഇവിടെ ചെറുക്കൻ എന്തി? ചെറുക്കൻ എന്തി ദോ പോയിരിക്കുന്നു. എടുത്ത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ ഈ ചെറുക്കൻ? സന്തോഷിച്ചേ ഗൈസ്, ചെറുക്കന് സന്തോഷമായിട്ടുണ്ട് സ്നഗ്ഗി ഇട്ടപ്പം. ഗൈസ്, ചെറുക്കൻ നോക്കിയിരിക്കുന്നു. നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ള? ഫീഡ് ദ ബേബിയും ചേഞ്ച് ബേബിയും. അത് രണ്ടും കഴിഞ്ഞാൽ നമ്മൾ പണി കഴിയൂ. നമുക്ക് അത് രണ്ടും ചെയ്ത് നോക്കാം. ഫീഡ് ദ ബേബിയുടെ അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഓ ഗൈസ്, വെള്ള കളറിൽ കാണിക്കുന്ന ചെയ്തു എന്നാണ്. അല്ലല്ലോ ഗൈസ്, ഇത് ഇപ്പോൾ കൊച്ചിനെ ഉറക്കാൻ കൊണ്ടുപോകണം, അതാണ് പണി. മനസ്സിലായി ഗൈസ്, ഫുൾ മനസ്സിലായി, ഫുൾ ഡീറ്റെയിൽസ് അറിഞ്ഞു. അപ്പോൾ നമുക്കിത് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ബേബിയെ ഓക്കെ ടേക്ക് എ ബേബി ടു ബെഡ്. ഓ ഗൈസ്, ഒന്നുകൂടെ ചെയ്താൽ മതി ഗൈസ്. ഒന്നുകൂടെ ചെയ്താൽ ഒന്നുമില്ല ഗൈസ്. ഗൈസ്, ചെറുക്കൻ നോക്കുന്നു. ചെറുക്കൻ ചിരിക്കുന്നു നോക്ക് ഗൈസ്. ഗൈസ് പറയല്ലേ ഗൈസ്, സെറ്റ് ഗെയിം. ടേക്ക് എ ബേബി ടു ബെഡ്, പുട്ട് അപ്പ് ബേബി ടു സ്ലീപ്പ്. എങ്ങനെ ബേബി ഉറക്കും ഗൈസ്? ഞാൻ എങ്ങനെ ഉറക്കണേ? എന്നാലേ നമുക്ക് ഇവിടുന്ന് ഇതാവാൻ പറ്റൂ. മോനെ കഥ അടയ്ക്കട്ടെ. ചെറുക്കൻ ഈയിടെ ചെറുക്കൻ നോക്കിയിരിക്കും കേട്ടോ. അവൻ താഴോട്ട് നോക്കിയിരുന്നു, നമ്മൾ വരുമ്പോഴാണ് മേളോട്ട് നോക്കുന്നത്. നാളെ സീന ഗൈസ്. ഗൈസ്, മറ്റേ കൊച്ചുങ്ങൾ ഇട്ട് കളിക്കുന്ന ബുക്ക് ഗ്ലോബ്. ഇവിടെയൊക്കെ ഒരു ഡോറ് വെച്ചുകൂടെ? കർട്ടൻ മാറ്റാൻ പറ്റുമോ? എൻ്റെ പൊന്ന് ഗൈസ്, ബുക്കൊക്കെ എടുക്കാൻ പറ്റുമോ? ഞാൻ ഗൈസ്, ഈ ഗെയിം ഒരു കൊണ്ടുപോകാൻ ചെയ്യാൻ പറ്റത്തില്ല. ഇത്ര നേരം ഇടന്ന് ഇങ്ങനെ കളിക്കുമെന്നറിയോ? ഇതെങ്ങനെയാ ചെയ്യുന്നത്? അറിയാവുന്നൊരു കമൻ്റ് ഇടുക കേട്ടോ. ഗൈസ്, എല്ലാവരും പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, എല്ലാവരും മറക്കല്ലേ നമ്മുടെ വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കിടിലൻ ഗെയിംസാണ് നമ്മൾ കളിക്കാൻ പോകുന്നത് ഇനിയും. ഗൈസ്, ഇതൊക്കെ ഓപ്പൺ ആക്കി നോക്കാം നമുക്ക്. ഗൈസ്, നിങ്ങൾ കമൻറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഗെയിം അറിയാൻ ഞങ്ങൾ ആ ഗെയിം കളിക്കുന്നതാണ് ഗൈസ്.
കമൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിം പറഞ്ഞ് ഇട്ടാൽ മതി ഗൈസ്, ഞങ്ങൾ ആ ഗെയിം കളിക്കുന്നതാണ്. ഫ്രിഡ്ജൊക്കെ തുറന്ന് നോക്കാം. മുട്ട വെച്ചെന്ത് പരിപാടി ഗൈസ്? അത് വെക്കാൻ പറ്റുമോ ഗൈസ്? പറയല്ല, മുട്ട പൊട്ടിച്ച് ബുൾഷയായോ അതിന് മുമ്പ് ഗൈസ്? നമ്മുടെ കൊച്ചവിടെ ആയിരുന്നു നമ്മൾ കൊണ്ട് വെച്ച കൊച്ചിന്. ആ കൊച്ച് കട്ടിലിട്ട് പെട്ടില്ലേ, പോയി കൊച്ചിട്ട് തിന്നാൻ കൊണ്ട് കൊടുക്കാം. മോനെ മാമ വന്നടാ. മോനെ അവിടെ ഇരിപ്പുണ്ടോ? അയ്യോ ഇവിടെ ഇരിപ്പുണ്ടാ. അവൻ്റെ തലക്കിട്ട് തന്നെ പൊട്ടിച്ച് ഗൈസ്. ഇപ്പോൾ കീറ്റിൽ വിളങ്ങും ഗൈസ്, കീറ്റിൽ വിളങ്ങും ഗൈസ്. വിഷമമായി ഗൈസ്, ചെറുക്കന് വിഷമമായി, ചെറുക്കന് വിഷമമായി ഗൈസ്. ഞാൻ പറയാതെ പോകുമെന്ന് അറിഞ്ഞൂടാ ഗൈസ്. ഗൈസ് നമുക്ക് മേളോട്ട് കയറാം ഗൈസ്. ചെറുക്കൻ ഗൈസ്, എൻ്റെ പരിപാടി എങ്ങനെ പറയാതെ പോവാ ഗൈസ്. ഈ ഗെയിമിനെ കുറിച്ച് അറിയാവുന്നവർ കമൻറ്റിൽ പറയുക കേട്ടോ. ഗൈസ് നമുക്ക് കൊച്ചിന് പാവ എടുത്ത് കൊടുക്കാം. എൻ്റെ പൊന്നെ ഗൈസ്, ഈ ചെറുക്കൻ നമ്മളെ നോക്കിയിരിക്കുകയാണ്. നമ്മളെങ്ങനെങ്കിലും ഈ 2 കാര്യം ചെയ്ത് തീർക്കണം. പുട്ട് ബേബി ടു സ്ലീപ്പ്. ബേബി എങ്ങനെ ഉറക്കും? ഫൈൻഡ് ദ സ്റ്റോറി ബുക്ക് ആൻഡ് സിറ്റ് ഡൗൺ. ഓക്കെ ഗൈസ്, നമുക്ക് സ്റ്റോറി ബുക്ക് എടുക്കാം. സ്റ്റോറി ബുക്ക് നമ്മൾ കണ്ടുപിടിക്കണം. സ്റ്റോറി ബുക്ക് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ആ ചെയറിൽ ഇരിക്കണമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ചെയറിൽ ഇരിക്കാം. സിറ്റ് ഡൗൺ എന്ന് അവർ പറഞ്ഞേക്കുന്നത് ഗൈസ്. ഇരിക്കാം. സിറ്റിങ് ചെയറിൽ ഇരിക്കാം. ഈ ചെയറിലാണ് നമുക്ക് ഇരിക്കേണ്ടത്. ഓക്കെ, ഇരുന്നിട്ടുണ്ടല്ലോ. ചെയറിൽ തന്നെയാണ് ഇരിക്കുന്നത് ഗൈസ്. യെസ്, അവർ പറഞ്ഞേക്കുന്ന ഫൈൻഡ് ദ സ്റ്റോറി ബുക്ക് ആൻഡ് സിറ്റ് ഡൗൺ. സിറ്റ് ഡൗൺ എന്ന് വെച്ചാൽ നമ്മൾ കസേരയിലല്ലേ ഇരിക്കണ്ട. ഓക്കെ, എണീറ്റിട്ട് ഒന്നുകൂടെ ഇരുന്ന് നോക്ക് ഗൈസ്. താഴോട്ടൊക്കെ ചേരാൻ പോയി നോക്കിയിട്ട് വരാം ഗൈസ്. നല്ലത് ഗൈസ്. പ്രിൻസ് ആൻഡ് ദ ക്യാറ്റ്. കൊച്ചുങ്ങൾ കഥ കേട്ടോ ഇപ്പോൾ ഉറങ്ങുന്നവരെ. അവളൊക്കെ പിള്ളേർ തട്ടിക്കെടുക്കുമ്പോഴാണ് ഉറങ്ങുന്നത്. നമുക്ക് മേളിലോട്ട് പോകാം. ഡസ്റ്റ്ബിൻ നമുക്ക് കയറി പോയാലോ? അതിനകത്തോട്ട് കയറി പോകാൻ പറ്റുമെന്ന് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവായിരുന്നു. നമുക്ക് ബുക്ക് എടുത്തുകൊണ്ട് പോയി കസേരക്കകത്തിരിക്കാം. ചെറുക്കൻ നമ്മളെ നോക്കിയെന്ന് വിഷമിക്കുന്ന ഗൈസ്. ഫസ്റ്റ് നമുക്ക് കൊച്ചിനെ ചിരിപ്പിക്കണം. പാലൂപ്പി നമുക്ക് കഴിക്കാനുള്ള എടുത്ത് കൊടുക്കാം ഗൈസ്. ആർക്കെങ്കിലും അറിയാം ഇതിനെങ്ങനെ ഉറക്കുന്നതെന്ന് ഗൈസ്? അറിയാവുന്നൊരു കമൻറ്റിൽ പറയുക കേട്ടോ. ഇവനെ ഉറക്കുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങളും കിടന്ന് പാടുപെടുകയാണ് ഗൈസ്. ഇവൻ എങ്ങനെയാണോ ഗൈസ് ഉറക്കുന്നത് അറിയാവുന്നവർ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ചെറുക്കൻ നമ്മളെ നോക്കി ഇരിക്കുക. ചെറുക്കന് ദേഷ്യം വന്നു കേട്ടോ. നമുക്ക് പോയി താഴെ പോയി ബുക്ക് എടുത്തോണ്ട് വരാം. താഴെ പോവാം. കിടക്കുന്ന ബുക്ക് ഇതെടുത്തോണ്ട് നമ്മൾ ചെയറിൽ ഇരുന്ന നമുക്ക് പിന്നെ ഒരു കാര്യം കൊണ്ട് ചെയ്താൽ മതി ഗൈസ്. ഈ കാര്യം ചെയ്താൽ കൊച്ചു ഉറങ്ങും. അപ്പോൾ നമുക്കിവിടെ റെഡിയായി. നമ്മൾ ചെയറിൽ പോയി സിറ്റ് ഡൗൺ പറയൂ. അവിടെ അല്ല ഗൈസ്, അവിടെ അല്ലല്ലോ.
ചെയറിൽ ഇരുന്ന് നോക്കാം. ചെയറിൽ ഇരുന്ന് നോക്കാം ഗൈസ്. ലീവ് ആൻഡ് ക്ലോസ് ദ ഡോർ. ഗൈസ് ഇറങ്ങിയിട്ട് നമ്മൾ ഡോർ ക്ലോസ് ചെയ്യണം. ഓക്കെ. വെയിറ്റ് ഫോർ പെൻസ്. വാച്ച് ടി വി ഓൺ സോഫ. വാച്ച് ടി വി ഓൺ സോഫ. നമുക്ക് ടി വി കാണാൻ പോയി. വാ ഗൈസ്. ടി വി കാണാം. സോഫയ്ക്കകത്ത് ഇരിക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഗൈസ് ഇട്. നമുക്ക് ടി വി കണ്ടോണ്ടിരിക്കാനാണോ അവർ പറഞ്ഞേക്കുന്നത്? ഗൈസ് നമ്മൾ ഇരിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഗൈസ് ഞങ്ങളുടെ പുറത്ത് വലത്തുനിന്ന് ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അതാണ് സൗണ്ട്. എല്ലാവരും ക്ഷമിക്കണം. ഗെയിമിംഗ് റൂം ഇല്ലാത്തതുകൊണ്ടാണ് ഗൈസ്. അല്ലായിരുന്നെങ്കിൽ നമുക്ക് ഗെയിമിംഗ് റൂമിൽ ഇരുന്ന് സൈലൻ്റ് ആയിട്ട് നമുക്കിരുന്ന് കളിക്കാമായിരുന്നു. ഒരു ശല്യം ഉണ്ടാകത്തില്ല, ബഹളമോ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. ഗെയിമിംഗ് റൂം സൈലൻ്റ് ആണ് ഗൈസ്. ഗൈസ് നമ്മൾ ടി വി ഇരുന്ന് നമ്മൾ സോഫയിൽ ഇരുന്ന് ടി വി കാണാൻ അവർ പറഞ്ഞേക്കുന്നത്. ഒക്കെ ആ ഡോറ് പോയി ഓപ്പൺ ചെയ്ത് നോക്കിയാലോ. എക്സിറ്റിൻ്റെ ആണ് ഓപ്പണായ നമ്മൾ എസ്കേപ്പ് ആവത്തില്ലേ? ഓപ്പൺ ചെയ്ത് നോക്കണം. ഇതല്ല ഗൈസ്, ഇതല്ല. അവിടെ നേരെ കാണുന്ന ഗൈസ്. നേരെ നമ്മൾ ടി വി കാണാൻ അവർ പറഞ്ഞേക്കാം. നമുക്ക് സോഫയിൽ ഇരുന്ന് നോക്കാം. നമുക്ക് അവിടെ ഇരിക്കാം സോഫയ്ക്കകത്ത്. നമ്മുടെ ഷോ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ നമുക്ക് ഉറക്കാൻ പറ്റും. നമ്മൾ ഉറങ്ങിയിട്ടുണ്ട്. എണീറ്റ് മേലോട്ട് ബേബിയുടെ സെറ്റിൽ ബേബി എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ബേബി താഴെ നമുക്ക് താഴെ പോയി വെക്കാം. ശ്രദ്ധിക്കാതെ ഇങ്ങനെ പോരുന്നു. ബേബി നമ്മൾ ഉറക്കാൻ ഒന്നുകൂടെ കൊണ്ടുപോയി കിടത്തണമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ബേബി ഒന്നുകൂടെ പോയി ഉറക്കാം. ആ കഥപുസ്തകം എടുത്ത് നമുക്ക് അതേപോലെ സോഫയിൽ ഇരിക്കണം. കഥപുസ്തകം എടു. ക്രോട്ട് ബുക്കെടുക്ക് ഗൈസ്, ബുക്കെടുക്ക്. പുട്ട് ദ കറക്റ്റ് പുഷിയാണ്. എന്താ കോട്ട് ക്ലോട്ട് ഇവിടെ പുറകില. നമ്മുടെ കോട്ടെടുത്ത് കറക്റ്റ് ഇത് ഇടാൻ.
ഗൈസ് നമുക്ക് ബേബി ഒന്നുകൂടെ ഉറക്കണമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. നമുക്ക് ബുക്കെടുത്ത് കസേരയിരിക്കാം. അപ്പം കഥാപുസ്തകം തന്നെ ഓപ്പണായി. നമ്മൾ കഥ പറയും. അപ്പം നമ്മുടെ ബേബി ആണെന്ന് ഉറങ്ങും. അപ്പം ഇതാണ് നമ്മുടെ പണി. നമുക്ക് ബുക്ക് എടുക്കാം. ചെറുക്ക നമ്മളൊക്കെ ചിരിക്കുന്നു. ഗൈസ് നമുക്ക് ആദ്യം ബുക്ക് എടുക്കണം ഗൈസ്, എന്നിട്ട് വേണം നമ്മൾ ചെയറിൽ ഇരിക്കാൻ. ഗൈസ് ഇനി നമുക്ക് ബുക്ക് എടുക്കണം. ഇതാണ്ട ഗൈസ് ബുക്ക്. ഇത് ഗൈസ് ഗൈസ് ആ ബുക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല ഗൈസ്. മേളെ ഒരു ബുക്ക് ഇരിക്കുന്നു, അതെടുക്കാൻ പറ്റുമോ? അതെടുക്കാൻ പറ്റുമല്ലോ. ആ ബുക്ക് എടുത്ത് വായിക്കാൻ പറ്റുമോ? ആ ബുക്ക് എടുത്തൊന്ന് വായിച്ചു നോക്കിയാലോ. എങ്ങനെയാണ് ഈ കൊച്ചിനെ നമ്മൾ ഉറക്കുന്നത്? ഈ ഗെയിം കളിക്കാൻ അറിയാവുന്നവർ കമൻറ്റിലൂടെ പറയുക കേട്ടോ. ഇവിടെ ബേബി മേലെ ഇരിപ്പുണ്ട്. അങ്ങോട്ട് പോയി നോക്കാം പരിപാടി അവിടെ എന്തോ നടക്കുന്നതെന്ന്. വാഷിംഗ് മെഷീൻ. A curiosity in July, following such a sweet spring. I started when I took this job, but I was not the first. They are with me. Night fell the first day, and the hours dragged on. Still we cared for the child. We spoke of Aster and Casilda. Bye bye guys. അറിയാവുന്നവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്യണം ഗൈസ്. അറിയാവുന്നവർ കമൻറ്റിലൂടെ പറയണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പം എല്ലാവർക്കും ബൈ ബൈ.